പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിന്റെ 4-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആപത്തുകൾ, എത്രയോ അനർത്ഥങ്ങൾ നമ്മെ പിന്തുടർന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ വിടുവിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും എന്ന തൻ്റെ ഭക്തനായ ദാവീദിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. സിംഹം കാട്ടിലെ രാജാവാണ്, അതിനെ ഭയപ്പെടാത്ത ഒരു മൃഗം പോലും കാട്ടിലില്ല. എന്നാൽ കാട്ടുപോത്തിന്റെ അടുക്കൽ ഒരു സിംഹം ഒറ്റയ്ക്കൊരിക്കലും അടുത്തു വരികയില്ല. കാരണം കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ചെന്ന് പെട്ടാൽ സിംഹത്തിന്റെ കഥ കഴിഞ്ഞത് തന്നെ. ആകയാൽ സിംഹങ്ങൾ കൂട്ടമായിട്ടാണ് കാട്ടുപോത്തിനെ നേരിടുന്നത്. ലോകം ഇന്നും ദൈവമക്കളെ ആക്രമിക്കുന്നതും കൂട്ടം കൂടിയാണല്ലോ. അതിശക്തമാണ് കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അപാരമായ ശക്തിയുള്ള കൊമ്പുകൾക്കിടയിൽ പെട്ടുപോകുന്ന ജീവികൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എന്തും സംഭവിക്കാം. അതുപോലെ ജീവനും മരണത്തിനും ഇടയിൽ ഒരു നിമിഷം കൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളതുപോലെ എന്നുള്ള സാഹചര്യങ്ങൾ ജനങ്ങൾക്കും അകപ്പെട്ടു പോകാം, മക്കൾക്കും അങ്ങനെ വന്നേക്കാം. ജീവിച്ചിരിക്കുമെന്നുള്ള ആശ കൈവിടേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ആസ്യയിൽ വെച്ച് ജീവനും മരണത്തിനും ഇടയിൽ തങ്ങൾക്ക് അകപ്പെട്ട സംഭവം എന്താണെന്ന് വ്യക്തമല്ല. സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കട്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾക്ക് ശക്തിക്ക് മീതെ അത്യന്തം ഭയപ്പെട്ടു. പൗലോസ് പറയുകയാണ്, ശിഷ്യന്മാരെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞതാണോ, അല്ലെങ്കിൽ കഠിനമായ രോഗത്താൽ മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ടാണോ എന്നൊന്നും വ്യക്തമായി പറയുവാൻ കഴിയുകയില്ല. പലരും പല നിലകളിൽ ഈ സംഭവത്തെ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഭയങ്കരമായ മരണത്തെ തങ്ങൾക്ക് നേരിടേണ്ടതായി വന്നു എന്നത് സത്യമാണ്. ചില നിമിഷങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള എല്ലാ പ്രത്യാശയും അസ്തമിച്ചു പോകും. എന്നാൽ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവം അപ്പോസ്തലന്മാരെയും സ്തോത്രം ഹല്ലേലൂയ മരണത്തിൽ നിന്നും സ്തോത്രം ഹല്ലേലൂയ വിടുവിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ചിലരെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവമക്കൾ മരണത്തെ മുമ്പിൽ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്പോസ്തലന്മാരെ വിടുവിച്ച ദൈവം നമ്മെയും വിടുവിക്കുമെന്ന് കർത്താവിൽ പ്രത്യാശ വയ്ക്കാം. ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരനായ ദാവീദ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും മരണത്തിനും ഇടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. ശൗലും പടയാളികളും ദാവീദിനെ പിടിക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. രക്ഷപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു. താൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച സ്തോത്രം അങ്ങനെ ചിന്തിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവം മൃഗീയ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ശൗലിനെ മറ്റൊരു സംഭവത്തിൽ കൂടെ അവിടെ നിന്ന് ഓടിക്കുകയും തൻ്റെ അഭിഷക്തനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്തു. സ്തോത്രം. ഇന്നും മൃഗീയ സ്വഭാവത്തോടുകൂടി ഒരു സ്വബോധമില്ലാതെ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എതിരായി വെല്ലുവിളിച്ച് ചീറി വരുന്ന സ്തോത്രം ഹല്ലേലൂയ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും ദൈവം ഇന്നും ഭക്തന്മാരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ദുർശക്തികളുടെ
ശത്രുക്കളുടെ മുമ്പിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ നാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ചെങ്കടലിൽ വഴി തുറക്കുവാൻ കഴിയുന്ന ദൈവം, നാം പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ കൂടി ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട്. കാട്ടുപോത്തിനോട് ഇടപെടുവാൻ ദൈവത്തിന് നന്നായി അറിയാം. ദാവീദിനെ നേരിട്ടത് പോലെയുള്ള അനുഭവം പൗലോസിനും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ദൈവസഭയോടുകൂടി ജീവിക്കാമേൻ, ദൈവ ഭയത്തോടുകൂടി സ്തോത്രം സഭയോടുകൂടി പറ്റി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നും ഹല്ലേലൂയ എത്രയോ സ്തോത്രം വൈരികൾ, എത്രയോ എതിരാളികൾ സിംഹം അലറുന്നത് പോലെ അലറി വരുന്നു. എത്രയോ ശത്രുക്കൾ ഹല്ലേലൂയ തകർക്കുവാൻ അലറിക്കൊണ്ടുവരുന്നു. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച ഒരു ഭക്തനായിരുന്നു യഹൂദ രാജാവായിരുന്ന യഹോശാഫാത്ത്. വിഗ്രഹാരാധന തടയുന്നതിനും ജനത്തെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നതിനും താൻ ആവോളം പരിശ്രമിച്ചു. ആമേൻ. എല്ലാ ആലയങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും ദേശത്തു നിന്നും എല്ലാം വിഗ്രഹാരാധനകളെ തുടച്ചു മാറ്റി ആവോളം ദൈവനാമ മഹത്വത്തിനു വേണ്ടി താൻ അധ്വാനിച്ചു. പല നല്ല പ്രവൃത്തികളും ചെയ്തു. തന്നെയും തൻ്റെ ദേശത്തെയും ആക്രമിക്കുവാൻ കടലിനക്കരയിൽ നിന്നും വലിയൊരു സമൂഹം തൻ്റെ നേരെ വന്നുകൊണ്ടിരുന്നു. യഹോശാഫാത്ത് വലിയ കഷ്ടത്തിലായി. താൻ വലിയ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും ജനമെല്ലാം കരഞ്ഞു ഉപവസിക്കുകയും ചെയ്തു. എന്നാൽ ശത്രു സൈന്യം അടുത്തടുത്ത് വരുന്ന കാഴ്ചയാണ് താൻ കണ്ടത്. തുടർന്ന് യഹോശാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൂടിയ സ്തോത്രം ഹല്ലേലൂയ തനിക്ക് ലഭിച്ച ദൈവാലോചന അവർക്ക് ധൈര്യം പകരുന്നതായിരുന്നു. ഒടുവിൽ അവസാനമായി നാം കാണുന്നത് പ്രാർത്ഥിച്ചതിനെതിരായി വന്ന ശത്രു സൈന്യം അവർ തമ്മിൽ വെട്ടി എല്ലാവരും ചാവുന്നതാണ് കാണാനിടയായി. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവത്തെ യഹോശാഫാത്തും കൂട്ടരും അനുഭവിച്ചറിയുവാനിടയായി. ഹല്ലേലൂയ. ഫറവോനും സൈന്യവും മുന്നിൽ, ചെങ്കടലിൽ ഫറവോനും സൈന്യവും പിന്നിൽ, ചെങ്കടലിൽ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകൾ. ഹല്ലേലൂയ. ഇരുപുറവുമായി പർവ്വത നിരകൾ രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ല. സ്തോത്രം. ഒരു വഴിയും കാണാതിരുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം സ്തോത്രം ഉത്തരമരളി. ഹല്ലേലൂയ. ആ ചെങ്കടലിൽ വഴി തുറക്കുവാനിടയായി. ഒരു അരുളിയ വിധം നമുക്ക് സ്തോത്രം എത്ര വ്യക്തമായും ശക്തമായും നമുക്കറിയാം. പ്രിയ ദൈവവേദിലേ, നമുക്കെതിരായി ഏതൊക്കെ ശത്രു സൈന്യം ഒരുമിച്ച് കൂട്ടം കൂടിയാലും നമ്മെ തകർക്കുവാൻ എത്ര തന്നെ അപവാദം പറഞ്ഞു നടന്നാലും കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ തൻ്റെ ദാസന്മാരെയും സഭയെയും വിടുവിക്കും. ആകയാൽ ദൈവത്തിൽ നമുക്ക് ഈ പ്രഭാതം പ്രത്യാശ വയ്ക്കാം. കുഞ്ഞെ സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ആരാധിക്കുന്നവന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കുവാനിടയാകും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കും. നിങ്ങൾ സ്തോത്രം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുവാനിടയാകും. ദൈവത്തോട് യുദ്ധം ചെയ്ത് ആർക്കെങ്കിലും ജയിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഈ പ്രഭാതം ഈ സ്തോത്രം 5-ാം മാസത്തിൻ്റെ 4-ാമത്തെ പ്രഭാതത്തിൽ കുഞ്ഞെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടേണ്ട. നമ്മുടെ കണ്ണുകളെ ദിവസമടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ നല്ല കർത്താവേ, സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു എന്നുള്ള ഭക്തൻ്റെ സ്തോത്രം പ്രാർത്ഥന പോലെ ഈ ദിവസങ്ങൾ തൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഈ നാളുകളിൽ സഭ, ദേശം, കർത്താവേ, വിശ്വാസ കുഞ്ഞുങ്ങൾ, തൻ്റെ ഭക്തന്മാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകല ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ സകല വിഷയങ്ങളുടെ മറുപടി കാണുവാൻ സ്വർഗം കൃപ ചെയ്യും. ഈ ദിവസങ്ങളിൽ അനേക ദൈവ കുഞ്ഞുങ്ങൾക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. ആ പ്രാർത്ഥനയുടെ മറുപടികൾ കർത്താവ് ലഭിച്ചുവെന്ന്
കേൾക്കുമ്പോൾ, അവിടെ ആമേ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും ധാരാളം മറുപടികൾ നൽകണം. ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ആമേൻ ആരോഗ്യം, ആമേ സ്തോത്രം കർത്താവ്, രോഗ ബലഹീനതയിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, കർത്താവ് എല്ലാ ദൈവമക്കളെയും ഈ ദിവസങ്ങളിൽ ആമേ സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ ഈ 5-ാം മാസം തൻ്റെ മക്കളെ ആദരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മഹത്വം പകരണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.